കാലവർഷം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴിതാ മഴ ചെറുതായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പവിത്രേട്ടന്റെ കല്ലുമ്മക്കായ കൃഷിയിലാണ് ഇന്ന് ഭൂമിക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കാലാവസ്ഥയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൃഷി കൂടിയാണ് കല്ലുമ്മക്കായ. ഇന്ന് നമ്മൾ അതിന്റെ വിശേഷങ്ങളാണ് അറിയാൻ വേണ്ടി പോകുന്നത്. സ്വാഗതം ഭൂമികയിലേക്ക്. ഏകദേശം 1800ഓളം മീറ്ററിൽ ഈ സ്ഥലത്ത് ഏകദേശം 250 കർഷകർ കല്ലുമ്മക്കായ കൃഷി ഈ പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ഒക്ടോബർ നവംബർ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ വിത്തിടലും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത്. ഏകദേശം ഏപ്രിൽ മെയ് ആ മാസമാകുമ്പോൾ അവസാന വിളവെടുപ്പും നടക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇവിടെ പവിത്രേട്ടൻ്റെ സ്ഥലത്ത് നടക്കുന്നത്. കാലാവസ്ഥയും ഈ കല്ലുമ്മക്കായ കൃഷിയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. വേനൽക്കാലത്താണ് ഈ കല്ലുമ്മക്കായ കൃഷി ചെയ്ത് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മഴക്കാലവും മത്സ്യങ്ങളും അത്തരത്തിൽ നമ്മൾ ബന്ധപ്പെടുത്താറുണ്ട്. മത്സ്യങ്ങൾക്കൊക്കെ ഇഷ്ടം മഴക്കാലമാണ് അങ്ങനെ. പക്ഷേ ഇവിടെ കല്ലുമ്മക്കായ കൃഷി വെച്ച് നോക്കുമ്പോൾ നേരെ വിപരീതമാണ്. വേനൽക്കാലത്താണ് കല്ലുമ്മക്കായ കൃഷി തുടങ്ങുന്നത്. മഴക്കാലത്ത് തന്നെ ഒട്ടും തന്നെ കല്ലുമ്മക്കായ കൃഷി നടത്താൻ പറ്റില്ല. മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കല്ലുമ്മക്കായ വിളവെടുത്ത് കഴിയണം എന്നൊരു രീതിയാണ്. കാലാവസ്ഥയിൽ ഇനി എന്ത് വലിയ മാറ്റങ്ങൾ വന്നാലും, ചൂട് കൂടിയാലും ചൂട് കുറഞ്ഞാലും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എല്ലാം നേരിട്ട് കൊണ്ടാണ് ഇവിടുത്തെ കർഷകരൊക്കെ തന്നെയും ഇവിടെ കല്ലുമ്മക്കായ കൃഷി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വിളവെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്ര വർഷക്കാലമായിട്ടുണ്ടാവും ഈ കല്ലുമ്മക്കായ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പം നിലവിൽ ഞാനിപ്പോൾ 20 വർഷമായി. 20 വർഷം ഇത് കല്ലുമ്മക്കായൻ്റെ കൃഷി നടത്തി എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലേ? അപ്പം ഇപ്രാവശ്യം ഏത് സമയത്ത് ഏത് മാസമാണ് ഈ കല്ലുമ്മക്കായ കൃഷിയുടെ തുടക്കം? നവംബർ, ഒക്ടോബർ നവംബർ. ഒക്ടോബറിൽ സ്റ്റേജ് നിർമ്മാണം തുടങ്ങും. നവംബറിൽ കൃഷി വിത്തിന്റെ ലഭ്യതയുടെ എല്ലാം അവിടെ പോയിട്ട് വിത്ത് ശേഖരിക്കാൻ്റെ വഴി സ്റ്റേജ് നിർമ്മാണം നവംബറിൽ സെറ്റ് ആക്കും. ഇതിന് നല്ലൊരു പണിയാണ്. ഈ ഒരു സ്റ്റേജിന് 2000-3000 റുപ്യ വരും കൂലി മാത്രം, നാട്ടൻ്റെ കൂലി. ഈ മുളയല്ല, മുളയും കയറും കൂടാതെ 2000 റുപ്യ 3000 റുപ്യ വരും സ്റ്റേജിന്റെ നിർമ്മാണത്തിനുള്ള കൂലി. തൊഴിലാളി കൂലി. ഇതിപ്പോ വിത്തും കാര്യങ്ങളും എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നതൊക്കെ? വിത്ത് ഞാനിപ്പോ താനൂര് ആ ഭാഗത്ത്, തൃശ്ശൂർ ആ ഭാഗത്ത് പോയിട്ട് ഞാൻ സ്വന്തം നോക്കിയിട്ട് എടുത്തിട്ട് കൊണ്ടുവരുന്ന വിത്താണ്. ഇപ്രാവശ്യം ഏകദേശം ഒരു 300 ചാക്ക് വിത്ത് ഞാൻ കൊണ്ടുവന്നു. എനിക്ക് മാത്രമല്ല മറ്റ് കൃഷിക്കാർക്കും ഞാൻ വിതരണം ചെയ്യലുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിത്ത് ഇറക്കുന്നതിന് നല്ല ചെലവും കാര്യങ്ങളും? നല്ല പൈസ ചെലവുണ്ട്. ഏകദേശം എത്ര? ഇപ്രാവശ്യം അത് ഇടത്താനുള്ള വണ്ടി ചെലവ് മാത്രം തന്നെ 2000 റുപ്യ വരും ഒരു ചാക്കിന്. 1500 റുപ്യ ഒരു ചാക്കിന് വരും. അപ്പൊ വിത്തിന് ഒരു ചാക്കിന് അപ്പം നമുക്കവിടുന്ന് തരുന്നത് 4500 4600 ആയിട്ട് തരും. നമ്മൾ 5000 ആയിട്ട് ഇവിടെ കൊടുക്കും. ആ ഒരു വിത്ത് കൊണ്ട് ഏകദേശം അത് ഒരു ചാക്കിൽ 50 കിലോ വിത്ത് വരും. ഒരു ചാക്കിൽ 50 കിലോ വിത്ത് വരും. 50 കിലോ വിത്ത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 40, 36, 38, 40. കുറച്ച് കയറിന്റെ അളവ് കുറച്ച് ചെറുതാണ്, ഇത് വലിയ അളവാണ്.
ഈ കൈ എന്ന് വെച്ചാൽ ഏകദേശം 38 കൈ കിട്ടും. 38, 36 ചിലപ്പം കിട്ടും. കുറച്ച് കൂടുതൽ വീണിട്ടുണ്ടെങ്കിൽ കുറച്ചാൾ കൈ ഈടുന്ന് ഇത്ര പോരെയാണ്. ഇത്ര പോരും ഒരു ചാമ്പ് ഇത് കുറയും. അപ്പം അത് കുറയുമ്പം അവർക്കൊരു 40, 42, 45 വരെ കിട്ടും കൈ. ഇതൊരു കൈ, ഒരു കൈ എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ 45 എണ്ണം കിട്ടും ഒരു കൈ. അതായത് 5000 ഉറുപ്പ്യ മുതലിട്ട് 5000 ഉറുപ്പ്യ വിത്തിൻ്റെ പൈസ മാത്രമാണ്. പിന്നീട് അവർക്ക് എന്ന് വെച്ചാൽ ഈ കയറിൻ്റെ പൈസ വരും. പിന്നെ ഒരു ചാക്ക് തുന്നാൻ വേണ്ടി 2 ആൾ വേണം. ഈ 2 ആൾക്ക് 300, 600 ഉറുപ്പ്യ ആ സമയത്ത് വരും. അപ്പോൾ 5000ൻ്റെ കൂടെ 600 കൂടെ കൂടി. പിന്നെ അവർക്ക് ചില ഒരു 50 ഉറുപ്പ്യ ചായക്ക് വരും. 2 ആൾക്ക് 100 ഇതാകുമ്പോൾ 700 ഉറുപ്പ്യ. വിത്ത് നിക്ഷേപം കഴിഞ്ഞിട്ട് 3 മാസം വരെ ഇവിടെ ഹൈ ആയിട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 5 കിലോ മുതൽ 12 കിലോ വരെ ഓരോ കയ്യിലും വന്നു. പെട്ടെന്നാണ് ഈ വെള്ളത്തിൽ ഒരു മാറ്റം വന്നിട്ട് എന്തൊരു ഇതാ വന്നത് എന്നാന്നറിയില്ല. അത് നഷ്ടപ്പെടുന്നു വെച്ചാൽ ഈ സൈസ് വിത്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇതൊരു 45, 48, 50-നുള്ളിൽ ഉണ്ടാവും 1 കിലോ. ആ 5 കിലോ 10 കിലോ സാധനം ഉണ്ടാകേണ്ടത് അവസാനം നമുക്ക് കിട്ടുന്ന 1 കിലോ, 1.5 കിലോ, 2 കിലോ തേയാത്ത. 1 കിലോൻ്റെയും 2 കിലോൻ്റെ അടിയിൽ മാത്രമേ ഇത് കിട്ടിയുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 150 ഉറുപ്പ്യ വിലയാണ്. 10 കിലോ കല്ലുമ്മക്കായി പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ 1500 ഉറുപ്പ്യ കിട്ടേണ്ട എടുക്കാൻ നമുക്ക് കിട്ടി 150, 175, 200 ഉറുപ്പ്യാണ് ഒരു കയ്യിൽ നിന്ന് കിട്ടിയത്. ഈ കല്ലുമ്മക്കായയുടെ വിത്തിടൽ രീതി അതെങ്ങനെയാണ്? അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ കയറും കമ്പിയും കൂടി യോജിപ്പിച്ചിട്ട് 50 എണ്ണത്തിൻ്റെ ഓരോ കെട്ടായിട്ട് മാറ്റും. കമ്പായിട്ട് മാറ്റും. വിത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നെറ്റുണ്ട്. നമ്മൾ മുറിഞ്ഞാലെല്ലാം തലയിലെല്ലാം കെട്ടുന്ന ഒരു തരം വെളുത്ത നെറ്റുണ്ട്, കോട്ടൺ നെറ്റ്. ആ നെറ്റ് ഈ ഭാഗത്തായിട്ട് ഇത്ര വീതിയിലും ഇത്ര കയറിൻ്റെ കണക്കായിട്ടുള്ള നീളത്തിലും നമ്മൾ മുറിക്കും. അപ്പം അതിന് കണക്കായിട്ട് കൈ കമ്പ ആദ്യം അത് നെറ്റ് വിരിച്ചതിന് ശേഷം കമ്പിയിടും, കമ്പ വെക്കും. അതിൽ 2 പെണ്ണുങ്ങൾ കൂടിയിട്ട് അതിൽ വിത്ത് നിക്ഷേപിച്ചിട്ട് അത് തുന്നിക്കൊണ്ട് ആദ്യം മുതൽ അവസാനം ഇതാക്കലാണ്. എന്നിട്ട് ഈ കമ്പയില് തൂക്കിട്ട് വെള്ളത്തിലിടല. ആഴത്തിന് കണക്കായിട്ട് ചെയ്യും. അത് കയറിന്റെ നീളം കുറയും, ആഴം കുറയും. വെള്ളത്തിൽ ഇത്ര ആഴത്തിലേക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ടച്ച് മണ്ണിൽ മുട്ടി കഴിഞ്ഞാൽ ഇതാവും, നഷ്ടപ്പെടുത്തും. ഇനി അത്രയും ചെറിയ സ്റ്റേജ് എന്ന് വെച്ചാൽ പിന്നെ അത് 9 മുളേൻ്റെ ഒരു സ്റ്റേജ് ഇടാൻ വേണ്ടിയിട്ട് ഏകദേശം 40,000 ഉറുപ്പ്യ ചിലവുണ്ട്. ഏറ്റവും ചെറിയൊരു സ്റ്റേജ് 40,000 ഉറുപ്പ്യ. മുളയും അതിൻ്റെ പണിക്കൂലിയും വിത്തും കാര്യങ്ങളെല്ലാം കൂടിയിട്ടാകുമ്പോൾ ഒരു 150 കൈ 160 കൈ നിക്ഷേപിക്കണമെങ്കിൽ 40,000 ഉറുപ്പ്യ വരും. ഇപ്രാവശ്യം ഈ സീസൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം കല്ലുമ്മക്കായ്ക്ക് വലിയ നഷ്ടം വന്നൊരു സമയമല്ലേ? ഏറ്റവും കൂടുതൽ നഷ്ടം വന്ന ടൈമായിരുന്നു. ഇതുവരെ ഇനി ഉണ്ടായിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ കർഷകർക്ക് വെച്ചാൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിത്ത് നിക്ഷേപം കഴിഞ്ഞിട്ട് 2.5 മാസം 3 മാസം കഴിയുമ്പോൾ ഏകദേശം അതിൽ 5-12 കിലോ വരെ സാധനമുണ്ട്. 100 രൂപ വെച്ച് കിലോന് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ 500 രൂപ ഒരു കൈക്ക് 5 കിലോ ഇല്ല ഇനി. അപ്പോൾ അതിൽ കൂടി 500 രൂപ മുതൽ 1500 രൂപ 1000 രൂപേൻ്റെ എല്ലാം വരുമാനം പ്രതീക്ഷിച്ചില്ല എല്ലാവരും. ആ വരുമാനമാണ് ഇപ്പോൾ ലാസ്റ്റ് 100 രൂപ 125 150 രൂപയിലെത്തിയത് ഒരു കയറിൽ നിന്ന്. കല്ലുമ്മക്കായ് നശിക്കാനുള്ളൊരു കാരണമായിട്ട് എന്താണ് അറിയില്ല. ഒരു പിന്നെ ജെല്ലി ഫിഷ് വന്നിട്ടുണ്ടായിരുന്നു, ചുവന്ന കളറുള്ള. അത് നമ്മളെ ശരീരത്ത് മുട്ടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഷോക്ക് രൂപം ഉണ്ടായിരുന്നു. നല്ലോണം ഉണ്ടായിരുന്നു. ആർക്കും പിന്നെ അത് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തിയിരുന്നു. ആരും പോവില്ല പേടിച്ചിട്ട്, ചൊറിയുന്നോണ്ട് ഒരു നല്ല ഭയങ്കര ചൊറിച്ചലും ഇതെല്ലാം. കാലാവസ്ഥയും കല്ലുമ്മക്കായും തമ്മിൽ എങ്ങനെയാ ബന്ധപ്പെട്ടത്? കാലാവസ്ഥ മഴക്കാലത്ത് കല്ലുമ്മക്കായ് കൃഷി നടക്കൂല. മഴക്കാലം വന്നു കഴിഞ്ഞാൽ തന്നെ കല്ലുമ്മക്കായ് വിത്ത് വിളവെടുപ്പ് അവസാനിപ്പിക്കണം.
മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങുന്നതിന് മുമ്പ് അവസാനിപ്പിക്കും. പക്ഷെ അതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടത്തിന് സാധ്യത കൂടും. മഴക്കാലം വന്ന് മഴ പെയ്ത് തുടങ്ങുന്നതിൻ്റെ രൂക്ഷമായ മഴയാണെങ്കിൽ അത് പെട്ടെന്ന് നല്ല വെള്ളം കയറും. ശുദ്ധജലം വെള്ളം മാറ്റം വന്ന് ശുദ്ധജലം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു ജലത്തിൽ മാത്രം വളരുന്ന കൃഷിയാണ് കല്ലുമ്മക്കായ. വെള്ളത്തിന്റെ മാറ്റം ഇല്ല, ഉപ്പന്നെ ആയിരിക്കണം. നല്ല വെള്ളം വരുമ്പോൾ കൃഷി നശിക്കും. മഴക്കാലത്ത് ചെയ്താൽ നഷ്ടം വരും. പിന്നെ മഴക്കാലത്ത് വിത്ത് കിട്ടൂല. വിത്ത് ഉൽപ്പാദനം എന്ന് വെച്ചാൽ ഒരു ടൈമിൽ മാത്രമേ ഉണ്ടാവും. അത് ജൂൺ ജൂലൈ അങ്ങനെ മാസങ്ങളിലാണ് വിത്ത് ഉൽപ്പാദനം തുടങ്ങുന്നത്. പിന്നെ ആഗസ്റ്റിൽ ആണ് വിത്ത് ഇടുന്നത്. വിത്ത് എന്ന് വെച്ചാൽ വിത്ത് പിന്നെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നത്, കല്ലിൻ്റെ മേലാണ് ഇത് ഉണ്ടാക്കുക. അപ്പം അത് ആഗസ്റ്റിൽ തുടങ്ങും. ആഗസ്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ ചെറിയ ഈ സൈസ് 1 ഇഞ്ച് 1/4 ഇഞ്ച് 1.5 ഇഞ്ച് സാധനമായി മാറും. പിന്നെ അതാണ് നമ്മൾ പോയിട്ട് അവിടുന്ന് ആൾക്കാർ കണ്ടിട്ട് അവർ ഭാര്യക്കൊണ്ട് തരും. ഇപ്പോ ഏകദേശം 20 വർഷക്കാലമായി ഇത് ചെയ്യുന്നല്ലേ പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ വിത്ത് ആക്കാൻ പറ്റുന്ന ഒരു ഇല്ല. അത് കൾച്ചർ ഉണ്ടാക്കണം. ഇതിന്റെ ഇപ്പൊ ചെമ്മീൻ വിത്ത് ഉൽപ്പാദനം നടത്തുന്നില്ല, അതുപോലെ കൾച്ചർ ഉണ്ടാക്കിയിട്ട് പിന്നെ ഫാമോ കാര്യങ്ങളോ ഈ കല്ലുമ്മക്കായിൻ്റെ ഫാമോ കാര്യം അത് നടക്കുന്ന കാര്യമൊന്നല്ല. എന്നാലും അത് ഗവൺമെന്റിന്റെ ആലോചനയിലുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇതിനായിട്ടില്ല ഫാമും കാര്യങ്ങളും വേറെ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം എറണാകുളത്തെല്ലാം ചെമ്മീൻ്റെ വിത്തുൽപാദനം നടത്തുന്നില്ലേ. വിത്ത് ഇതാക്കിക്കൊണ്ടിട്ട് വീടെല്ലാം കൊണ്ട് ഇത് നിക്ഷേപിക്കുന്നത് മത്സ്യക്കുഞ്ഞുങ്ങൾ. അപ്പം അതുപോലെ ഇത് പറ്റുമെന്ന് നോക്കണം. പിന്നെ അത് കഴുകി കൊടുക്കണം. ഇടയിലിടയിൽ കഴുകിയിട്ട് അതിൻ്റെ അടിയിൽ ചളി വരും. വിത്തിൻ്റെ അടിയിൽ ചളി വരും. അപ്പോൾ അത് നമ്മൾ കഴുകിയിട്ട് വൃത്തിയാക്കി കൊടുക്കും. കഴുകിയാലും പിന്നെ പിറ്റേ തന്നെ വരും. അത് എന്നാലും ഒരു മാറ്റങ്ങളുണ്ടാവും, വളർച്ചയ്ക്കൊരു മാറ്റം ഉണ്ടാവും. ദിവസങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യം 2 ആഴ്ചയിൽ 1 പ്രാവശ്യം ചിലപ്പോൾ ചെയ്യാത്ത ആളുണ്ട്, മാസത്തിൽ 1 പ്രാവശ്യം ചെയ്യുന്ന ആളുണ്ട്. അത് അതിൻ്റെ വേസ്റ്റ് അത് പിന്നെ പുറന്നിടുമ്പോൾ അത് മറ്റേ കല്ലുമ്മക്കായിൻ്റെ അടിയിൽ വരും. നമുക്ക് ഇങ്ങനെ അട്ടി നിൽക്കല്ലേ ഇത്. അപ്പോൾ മേലത്തത് പിന്നെ ഈ വേസ്റ്റ് പുറന്നിടുമ്പോൾ മറ്റേ കല്ലുമ്മക്കായിൻ്റെ മേലേക്കും അത് കട്ടയായിട്ട് അപ്പോൾ അത് കഴുകി കളയുന്ന അത്യാവശ്യമാണ്. ചില ആൾ കഴുകില്ല, കഴുകാത്തത് അവിടെ കിടക്കും. നമ്മൾ വിത്ത് നിക്ഷേപിച്ചതെന്ന് വെച്ചാൽ ഇതാണ്, ഈ സാധനം നമ്മൾ ആദ്യം നിക്ഷേപിച്ചത്, ഈ വളർച്ച. ഇപ്പൊ ഇത് വളർന്നതാണ് ഈ ഇതില്ലത്. ഇത് മാക്സിമം അതിന്റെ പരമാവധി വലിപ്പം അല്ല, ഇനി ഇത്ര പോലും കൂടെ വളരും. അപ്പൊ ഇറച്ചി കൂടുതൽ ഉണ്ടാവുന്നത് ഈ വലിയ കല്ലുമ്മക്കായയില് അങ്ങനെ സാധാരണ ഇപ്പൊ നമ്മൾ മാർക്കറ്റില് അത് കാലാവസ്ഥന്റെ ഇതുപോലെ ആയിരിക്കും. കാലാവസ്ഥ ഈ അതിരൂക്ഷമായ ചൂട് ഇല്ല സമയമാണെങ്കിൽ അതിൽ ഇറച്ചി കുറയും. ഈ തരത്തിലുള്ള കാലാവസ്ഥയാണെങ്കിൽ അതിൽ ഇറച്ചി കൂടും. തണുപ്പ് കൂടുന്തോറും മീൻ ഇറച്ചിക്ക് കട്ടി കൂടും. ഇത് ഏറ്റവും ചെറിയ വിത്ത് കിട്ടിയതാണ്. ഏറ്റവും ചെറിയ വിത്ത് എന്ന് വെച്ചാൽ ഇതിലും ചെറിയ വിത്ത്, ഇതിന്റെ പകുതി ഉണ്ടാവില്ല, ഒരു 1/2 ഇഞ്ച് വിത്ത് മാത്രമേ ഉണ്ടാവും. അത് കിട്ടിയതാണ്. അതാണ് വളർത്തി വൈകിട്ടും. ഇപ്പൊ മഴക്കാലം വന്നില്ലേ, ഇപ്പം ഇതെല്ലാം കൃഷി മതിയാക്കേണ്ട ടൈമായി. എന്നിട്ടും ഈ ഒരു വളർച്ചയിലുണ്ട് അത്ര. ഇപ്പം അത് കഴിഞ്ഞ് വിളവെടുപ്പിന്റെ അവസാന ഘട്ടം എത്തിയില്ലേ. ഇപ്പം ഇപ്പം മാർച്ചിൽ തുടങ്ങി. മാർച്ചിൽ കുറച്ച് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം ഈ ഇതിൻ്റെ പ്രശ്നമാണ്, ഈ വായു വളർന്ന പ്രശ്നമാണ്. ഇതാണ് ഇത്. ഈ പ്രായത്തിലാണ് കല്ലുമ്മക്കായ് നഷ്ടപ്പെടുന്നത് നമുക്ക്. ഈ പ്രായത്തിലാണ് കല്ലുമ്മക്കായ് നഷ്ടപ്പെടുന്നത്. അതായത് 45 എണ്ണം 1 കിലോ തൂങ്ങും. ഇതിപ്പോ കുടുംബശ്രീ ചെയ്തതാ? ഇപ്പൊ ഒരു പൗർണമി കുടുംബശ്രീ ചെയ്തത്. അപ്പൊ ഇത് പൂർണ്ണ വളർച്ച എത്തിയ കല്ലുമ്മക്കായ? പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട്. എന്തോ വിപണിന്റെ പ്രശ്നം കൊണ്ടാണ് ഇപ്പം ഇത് എടുക്കാൻ പറ്റാത്തത്. കാരണം വീണ്ടും വില കുറച്ചിട്ടാണ് ചോദിക്കുന്നത്. പിന്നെ വലിയ ഡിമാൻഡ് ഇല്ല എന്ന് പറയുന്നു. ഇവര് എടുത്തിട്ടില്ല. ഇത് കല്ലുമ്മക്കായ് ഇതാ മുരുവണ്ട, ഇതെല്ലാം കാണുന്നെല്ലാം മുരുവാണ്. ഇല്ല, ഇത് ഇവിടെ നല്ല വൃത്തിയിൽ സംസ്കരിക്കും. നല്ല വൃത്തിയോടും വെടുപ്പോടും കൂടി ഇതാക്കിയിട്ടാണ് ഇപ്പം അവർക്ക് കൊടുക്കല്. ഇത് ചവിട്ടിയിട്ട് തന്നെ കളയണം. ചെരുപ്പിട്ടിട്ട് നല്ല ചെരുപ്പിട്ട് ചവിട്ടും. ചെരുപ്പിട്ട് ചവിട്ടിയതിന് ശേഷം അത് വൃത്തിയാക്കും. നല്ല വൃത്തി. ഇതെല്ലാം കംപ്ലീറ്റ് മുരുവായത്. ഈ മുരു ഇതിന് ഉണ്ടാവുന്നോണ്ടല്ലോ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പിന്നെ പണിക്കാർക്ക് ബുദ്ധിമുട്ടാണ് എടുക്കുമ്പോൾ.
ഇതെല്ലാം വായു കൂട്ടിയിട്ട് വായു വിടുന്നതാണ്. ഇത് ആരും എടുത്തിട്ടില്ല ഇതുവരെ. ഇതിൽ കല്ലുമക്കായ എടുത്തിട്ടില്ല. ഇതുവരെ വിളവെടുപ്പ് അല്ലേ? ഇതുവരെ ഇതിൽ വിളവെടുപ്പ് നടന്നിട്ടില്ല. അപ്പൊ ഇതിൽ നാശം വന്നതും ഇതിൽ തന്നെ ഉണ്ടാവും. ഇതിലുണ്ട്, എത്ര ഇതിലുണ്ട്, ഒന്നും ഇല്ലാത്തതെല്ലാം ഉണ്ട്. വിളവ് ഇത് 10% കിട്ടും. കിട്ടിയെങ്കിലായി. കിട്ടുമെന്നില്ല. മുതലിട്ടതിൻ്റെ പകുതി കിട്ടിയെങ്കിൽ ലാഭം. ഇതുപോലത്തെ തീരെ എടുക്കാത്ത സ്റ്റേജ് 2 സ്റ്റേജ് ഇനിയുണ്ട്. തീരെ എടുക്കാത്തത് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ വിളവെടുക്കുന്നില്ല. കാരണം വെച്ചാൽ വിളവെടുത്ത് കഴിഞ്ഞാൽ ആ കൂലി അവരെ കയ്യിൽ നിന്ന് കൊടുക്കുന്നു. കോഴിക്കോട്, തിരുവനന്തപുരം ആ ഭാഗത്ത് ഇത് ഹോട്ടലിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കായിട്ട് പോകുന്നതാണ്. അതിന് പ്രത്യേക ഏജൻസി ഉണ്ട്. അവരിവിടെ വന്നിട്ട് ഇത് നമ്മളെടുക്കുന്ന സംഭവിക്കും. അത് ഓരോ ആൾക്കാരും ഓരോ വിലയിലായിരിക്കും കൊടുക്കുന്നത്. കാരണം വെച്ചാൽ വലിപ്പം മാത്രമല്ല, ഈ സൈസ് കല്ലുമക്കായി മാത്രമില്ല അവർക്കാണെങ്കിൽ 150 മുതൽ 155, 160 വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ കല്ലുമക്കായ വേർതിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു? വേർതിരിക്കുന്ന വെച്ചാൽ പെണ്ണുങ്ങൾ 4-5 പെണ്ണുങ്ങളാക്കും. അപ്പം ആ 2 ആണുങ്ങൾ പിന്നെ ഒരാണുങ്ങൾ ഒരു പെണ്ണുങ്ങൾ ഒരാണുങ്ങൾ ചവിട്ടി കൊടുക്കും. അല്ലെങ്കിൽ 2 ആൾ ചവിട്ടി ആ കൊലയിൽ നിന്ന് ഉതിർത്തിട്ട് അത് കൂട്ടിയിലിട്ടിട്ട് കഴുകും നല്ല വൃത്തി. അത് മീറ്റൽ കൊണ്ട് ആടെ ഒരു വിരിച്ച സാധനം കണ്ടിട്ടാ, പച്ചനെറ്റ്, അതിന് കൊണ്ടിടും. അപ്പം ആൾക്കാർ പെണ്ണുങ്ങൾ വളഞ്ഞിരിക്കും. എന്നിട്ട് അതേ മാറ്റി കൊടുക്കും. അത് ഈ വലുത് മാത്രം ഒരു ഭാഗത്ത് തിരിയും, ചെറുത് വേർതിരിക്കും. ആണുങ്ങളെ തിരിക്കും. പണിയില്ല ആൾക്കാർ ഇല്ല പോലെ. ചില ആളുകളെ വീട്ടിൽ 5 ആളുണ്ട്, അവർ 5 ആളും എടുക്കും. ചില വീട്ടിൽ എൻ്റെ വീട്ടിൽ ഭാര്യ ഇല്ല, ഞാൻ എൻ്റെ ഭാര്യ മാത്രമേ ഇല്ല. നമ്മൾ പുറത്തുനിന്ന് പിന്നെ ആൾക്കാർ കൂട്ടും. കൃഷിഭവനും കാര്യങ്ങൾ ഈ വിത്തും കാര്യങ്ങളെല്ലാം മത്സ്യകൃഷിയൊക്കെ ചെയ്യുമ്പോൾ കൃഷിഭവന് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന രീതിയല്ലേ? അപ്പൊ ആ കൃഷിഭവന്റെ രീതിയിൽ കല്ലുമക്കായ വിത്ത് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ കൃഷിഭവനായിട്ടില്ല. സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഇത് സൊസൈറ്റിക്ക് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മളെ കണക്കത്തെ ഏജൻസികൾ തന്നെ വേണം. കാരണം നമ്മൾ പോയിട്ട് താനൂര് പിന്നെ ആ ഭാഗത്ത് പോയിട്ട് നമ്മളെ വിത്ത് കണ്ടിട്ട് നല്ല വിത്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു വിലയുണ്ടാക്കും. ആ വിലയും വണ്ടി പൈസയും അതും ഇതെല്ലാം കൂട്ടിയിട്ട് ഏകദേശം ഒരു 10, 300, 400, ചിലപ്പോൾ 500 രൂപ ലാഭം കിട്ടും ഒരു ചാക്കിന്റെ വില. ഇതുവരെ ഗവൺമെന്റ് ചെയ്യുന്ന രീതിയായിട്ടൊന്നുമില്ല. ഗവൺമെന്റ് ചില പിന്നെ ഇത് തരും, അവര് സാമ്പത്തിക സഹായം തരും. അതായത് സബ്സിഡി ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ 6000 രൂപ തരും. അതിൽ കൂടുതലൊന്നും തരില്ല. അത് എത്ര വിത്ത് എടുത്താലും ഒരു വ്യക്തിക്ക് അതല്ല, ഒരു സ്റ്റേജിൽ ഇത്ര വിത്ത് നിക്ഷേപിക്കാനുണ്ട്. അത് ഗവൺമെന്റിന്റെ കണക്കാണ്. അപ്പം സ്റ്റേജിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സബ്സിഡി സാമ്പത്തിക കൂടുതൽ. ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റും. ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് മാത്രമേ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റൂ. അത് ഗവൺമെന്റ് എന്നാണ്. പിന്നെ ഇത്ര കൈ ചെയ്യണമെന്നുണ്ട്. അതായത് ഒരു റേഷൻ കാർഡ് ഒരു 200 കൈ വരെ ആവാം. 100 കൈയാന്ന് പറയുന്നത് 100 കൈ മുതൽ 200 കൈ വരെ ആവാം. അതിനുള്ള ധനസഹായമാണ് ഈ 6000 രൂപ. പിന്നെ കുടുംബശ്രീക്ക് അത് 30,000 രൂപ ആയിട്ട് സംഘടന ചെയ്യുന്നുണ്ട്. ആൾക്കാർ കൂടുതലാണല്ലോ. അവർ 10 ആള് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഈ 10 ആള് വെച്ച് ചെയ്യുമ്പോൾ വെച്ചാൽ പിന്നെ അത് അവർക്ക് 30,000 രൂപ കിട്ടും. 32,000 രൂപ. അതിലെന്തോ ഗവൺമെന്റിന്റെ ടാക്സും കാര്യം ഇതെല്ലാം പോയിട്ട് 30 സംതിങ് കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോ ഇത്ര വലിയ നഷ്ടം വരുമ്പോ അത് എങ്ങനെയാ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങളൊക്കെ? ഗവൺമെന്റ് ഭാഗത്ത് നമ്മളിപ്പോ ഇത് അന്വേഷണത്തിൽ വന്നിട്ടുണ്ട്. ഗവൺമെന്റ് വന്നിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാം പിന്നെ നോക്കിയതുണ്ട്, എടുത്തതുണ്ട്, എടുത്ത് സ്റ്റേജ് ഒഴിവായതുണ്ട്. എടുക്കാതെ കുറച്ച് സാധനങ്ങൾ ബാക്കിയുള്ളതുണ്ട്. അതെല്ലാം നോക്കിയിട്ട് അവർ പോയിട്ടുണ്ട്. അതൊരു നഷ്ടപരിഹാരത്തിനുള്ള ഒരു ഇതല്ല. അത് അവർ നഷ്ടം വന്നിനോ ഇല്ലോ നോക്കാൻ വേണ്ടി വന്നിരുന്ന നമ്മോട് പറഞ്ഞത്. ഇതിന്റെ റീസൺ അറിയാൻ വേണ്ടിട്ടല്ലേ? അതെ, വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അവർ കൃത്യമായിട്ട് എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലൊരു ഇതുണ്ട്, പ്രതീക്ഷയൊന്നുമില്ല. അത് ഗവൺമെന്റിന് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നല്ലാതെ അതായത് ഒരു പ്രതീക്ഷയൊന്നും വെക്കണ്ട. അത് ഞാൻ അവരോട് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു വെച്ചാൽ നഷ്ടപരിഹാരത്തിൻ്റെ ഒരു ഇതുമില്ല. ഗവൺമെൻറ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നഷ്ടം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എൻ്റെ ഒരു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അത് പ്രകാരം അല്ല, നഷ്ടം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നില്ലേ
ചാനലിലെല്ലാം വന്നിട്ടുണ്ടല്ലോ അവിടെ കല്ലുമക്കായ കൃഷി നഷ്ടത്തിലാണ്. അപ്പം ഗവൺമെന്റിൽ ഒരു അന്വേഷണം വന്നത് നഷ്ടം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു അന്വേഷണം വേണം, റിപ്പോർട്ട് വേണം എന്നതിൻ്റെ പറഞ്ഞതിൻ്റെ മത്സ്യഫെഡിൻ്റെ ഭാഗമായിട്ട് പിന്നെ കല്ലുമക്കായ കൃഷിക്കാരെ ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞു സ്റ്റേജിൽ നിന്ന് അങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ബോധ്യമായിട്ടുണ്ട് നഷ്ടത്തിലായില്ല എന്നുള്ളത്. കാരണം എല്ലാം പൊട്ടിപ്പോയതാണ്. കാരണം ഓരോ സ്ഥലത്തും ഈ പിന്നെ ചൂടി ഇവിടെ ഗുണം കൂട്ടിയിട്ടുണ്ട്. നമ്മൾ താടിയുണ്ട് ഗുണം കൂട്ടിയിട്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു അത്ര ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ലാഭം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കൂടുതൽ ലാഭം ഇല്ലെങ്കിലും ലാഭം ഉണ്ടായിരുന്നു. കാരണം കർഷകന് പിന്നെ സന്തോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം കുറച്ച് കൊല്ലങ്ങളായിട്ട് ഒരു 12-13 കൊല്ലം മുമ്പത്തെ ഇതേപോലെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഈ ഒരു കയ്യിൽ ഏകദേശം എത്ര വരെ കല്ലുമക്കായ ഉണ്ടാവും? ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഏകദേശം 1 കിലോ 1.5 കിലോ ഇത്ര സാധനം കിട്ടും. അത്ര കിട്ടും. ഈ ഒരു പിന്നെ കൃഷി ചെയ്യുമ്പോൾ ഈ ഒരു സാധനം വിത്ത് നിക്ഷേപിക്കുമ്പോൾ 150 റുപ്യ 175 റുപ്യ ചിലവാണ് ഒരു കൈക്ക് ഈ ഒരെണ്ണത്തിന്. തിരിച്ചു കിട്ടുന്നില്ല. ഇപ്രാവശ്യം തിരിച്ചു കിട്ടുന്നില്ല. ഇപ്പം 100 റുപ്യ കിട്ടിയിട്ടുണ്ട്. ഇപ്പം വിത്തിൻ്റെ പിന്നെ കല്ലുമക്കായിൻ്റെ വില വെച്ചാൽ 100 റുപ്യാണ് ഇപ്പം 1 കിലോന് പറയുന്നത്. അപ്പം ആ കണക്കിന് ഇത് 100 റുപ്യ കിട്ടില്ല. 50 റുപ്യ 60 റുപ്യ 75 റുപ്യ നഷ്ടം വരുന്നത്. ഒരു കയ്യിൽ നിന്ന് നഷ്ടം. അപ്പോൾ ഇതൊരു 500 കൈയുണ്ട്. 500 കൈയിൻ്റെ നഷ്ടം കണക്കൂട്ടി ഭീമമായ നഷ്ടം വരുന്നുണ്ട് എല്ലാവരും. ഇപ്രാവശ്യം ഇങ്ങനെ ഒരു നഷ്ടം വന്നു എന്നുള്ളത് കൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യില്ല എന്നില്ലല്ലോ. ചില ആൾ ചെയ്യും, ചില ആൾ ചെയ്യില്ല. കാരണം പുഴയിലെ മുതലെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നു, മത്സ്യം കിട്ടുന്നില്ല ഒരു ഉറപ്പില്ല. എന്നാലും കിട്ടുന്നില്ല പ്രതീക്ഷയിലല്ല നമ്മൾ പോകുന്നു. അടുത്ത പ്രാവശ്യം ഇനി കുറച്ച് കർഷകരിൽ നിന്ന് പിന്മാറാനും സാധ്യതയുണ്ടല്ലേ? തോന്നുന്നില്ല. പക്ഷെ കർഷകർ പിന്മാറണം. കാരണം മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ ഈ മേഖലയിലേക്ക് വരരുത്. അപ്പോൾ അന്ന് വെച്ചാൽ സ്റ്റേജ് കണ്ട ഈ സ്റ്റേജിന് വെച്ചാൽ 5 മീറ്റർ ദൂരം ഉണ്ടാവണം. കാരണം ഇതിൻ്റെ ഭക്ഷണത്തിനും ഇതിൻ്റെ നമ്മുടെ കാലാവസ്ഥ നല്ല കാലാവസ്ഥക്കും ഇത് കിട്ടണമെങ്കിൽ സാന്ദ്രത കിട്ടണമെങ്കിൽ 5 മീറ്റർ ദൂരം. അതായത് ഈ സ്റ്റേജിയുടെ നിക്ഷേപം കഴിഞ്ഞിട്ട് ഇവിടുന്ന് 5 മീറ്റർ കഴിഞ്ഞിട്ടേ ഒരു സ്റ്റേജ് മറ്റേ സ്റ്റേജ് ഉണ്ടാകാൻ പാടുള്ളൂ. ഇതല്ല ആ ഭാഗത്തെല്ലാം കണ്ട 2 മീറ്റർ 3 മീറ്റർ 1 മീറ്റർ പിന്നെ ടച്ചായിട്ടുണ്ട്. ഇവിടെ തന്നെ കണ്ടില്ലേ ഇതെല്ലാം ടച്ചായിട്ടുണ്ട്. ഇവിടെ സ്റ്റേജ് പൊരിച്ചിട്ടുണ്ട്. കുറേ സ്റ്റേജ് പൊരിച്ചിട്ടുണ്ട്, പൊരിച്ചു മാറ്റിയിട്ടുണ്ട്. വിളവെടുപ്പ് കഴിഞ്ഞത് പൊരിച്ചു മാറ്റിയിട്ടുണ്ട്. ധാരണ വെച്ചാൽ ഇവർ ഒരാളെ ഇഷ്ടത്തിനിടും. ആരും ചോദിക്കുക പറയാനില്ല. പിന്നെ ഗവൺമെന്റ് സ്ട്രിക്റ്റായ ഒരു നിയമം എടുക്കാനും കഴിയുന്നില്ല. അഥവാ എടുത്താൽ തന്നെ അത് നടപ്പിലാക്കാനും അവരെ കൊണ്ട് പറ്റുന്നില്ല. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പറഞ്ഞുള്ളൂ ഇങ്ങനെ ചെയ്യണമെന്ന്. 5 മീറ്റർ എല്ലാം കൊണ്ട് ചെയ്യും. പിന്നെ സാമ്പത്തിക സഹായത്തിന് നമ്മളൊരു അപേക്ഷ കൊടുക്കലുണ്ട്. ആ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇവർ പറയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, അങ്ങനെ കിട്ടും. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം എല്ലാം അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കും. അത് 100 കൈ പറഞ്ഞാലും 250 കൈ 250 കൈ പറഞ്ഞാൽ 500 കൈ ഇടും. പിന്നെ വിത്ത് നിക്ഷേപം എന്ന് വെച്ചാൽ ഇതൊന്നും ഈ വിത്ത് നിക്ഷേപത്തിന് ഇതാണ് ഈ ഒരു കൈ ഒഴിവാക്കിയിട്ട് ഇത്രയും ദൂരം ഉണ്ടാകണം. കൈകൾ തമ്മിൽ എല്ലാ വെച്ചാൽ ഏകദേശം 1 അടി, ഏറ്റവും കുറഞ്ഞത് 1 അടി ദൂരം വേണം. ഒരു കൈ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു കൈ കെട്ടിക്കഴിഞ്ഞാൽ ഇടുന്ന 1 അടി ഇത്ര പോലും വ്യത്യാസത്തിലായിരിക്കണം മറ്റേ രണ്ടാമത്തെ ഇത് കയറ് കെട്ടുന്നത്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വളരെ നട്ട് അങ്ങനെ കെട്ടും. അങ്ങനെയും വരുന്നുണ്ട് പ്രശ്നങ്ങൾ. ഇത് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് മാത്രം വിട്ടു കൊടുക്കും ഈ സംഭവം. വന്ന് അവർ കൃത്യമായിട്ട് ചെയ്യും. പുഴയിൽ മാലിന്യങ്ങൾ ഉണ്ടാവില്ല. അതാണ് അവർ അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്യും.
നമ്മളല്ല ഞാനിപ്പോൾ ചെയ്ത് വെച്ചാൽ പിന്നെ അത് 200 കൈയിട്ട് 198 കൈയിട്ടിന് അത്രയും വലിയ സ്റ്റേജിലാണ് 198 കൈയിട്ടത് ഞാൻ. അതായത് എൻ്റെ ചില 1.25 അടി ദൂരത്താണ് ഇത് പിന്നെ ഈ കയറ് കെട്ടിയിട്ടില്ല. ഒരു കല്ലും കൈയുടെ കെട്ടിയിട്ടുണ്ട്, ഒരു കല്ലും കൈയുടെയാണ്. കാരണം ഈ വ്യത്യാസം വരും. ഇങ്ങനെ ആയിരിക്കണം കല്ലും കൈ കൃഷി ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറുള്ള സൊസൈറ്റികളും ആൾക്കാർ മീറ്റിങ്ങിന് വിളിക്കുന്ന അതിനൊന്നും പോകില്ല. ആനുകൂല്യത്തിന് കൃത്യമായിട്ട് എഴുതി കൊടുക്കാൻ. ഇനിയിപ്പം പിന്നെ 1000 രൂപ ആനുകൂല്യത്തിന് തിരുവനന്തപുരം പോയിട്ട് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് എഴുതി കൊടുക്കും. ആനുകൂല്യം മാത്രമേ വേണ്ടൂ. ആനുകൂല്യത്തിന് പോകേണ്ട തിരുവനന്തപുരം പോയിട്ട് വരേണ്ട ചിലവത്ര 2000, എന്നാൽ 1000 കിട്ടിയത് തരും. ആ തരത്തിൽ കണക്കൂട്ടി ജീവിക്കുന്ന ആളുണ്ട് കുറേ ആൾക്കാർ. കൂടുതലും അശ്രദ്ധ. കാരണം വെച്ചാൽ നമ്മൾ പാലിക്കേണ്ട ഗവൺമെൻറ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യതയോടെ ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഇപ്പോഴത്തെ ആ കണക്ക് തന്നെ പറയുന്നുണ്ട് 5 മീറ്റർ ദൂരം വേണം മറ്റൊരു സ്റ്റേജ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കരയിലോ പുറത്തോ കൃഷി ചെയ്യലോ. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേജും പുറത്ത് കുറേ ദൂരം ഇടാൻ വേണ്ടി അതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ പിന്നെ കരയിടുന്നു കുറച്ച് ആൾക്കാർ കരയിടുന്നു. പിന്നെ ഇതന്നെ മുട്ടി സ്റ്റേജ് മുട്ടിയിട്ട്. കാരണം വെച്ചാൽ 200 കൈ താങ്ങണ്ടെടുക്കുക, അത് 600ഉം 700ഉം കൈയാണ് താങ്ങുന്നത്. കാരണം ഒരു സ്റ്റേജ് ഇപ്പുറോടും ഒരു സ്റ്റേജ് അപ്പുറോടും. സ്വാഭാവികമായിട്ട് വിളവ് കുറയില്ലേ? കുറയും. എന്തായാലും ഇതിൻ്റെ വളർച്ചേനെ ബാധിക്കുന്നുണ്ട്. മറ്റ് പിന്നെ വെള്ളത്തിൻ്റെ ജലത്തിലുള്ള ജലാംശ ലവണങ്ങൾ. കാരണം ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ വരുന്ന ഈ പൊടിപടലങ്ങളെ ഫിൽറ്റർ എടുക്കുന്നത് അതിൻ്റെ ഭക്ഷണം. അല്ല ഞാൻ മറ്റ് മത്സ്യങ്ങളെ പോലെ ചെറു മത്സ്യങ്ങളെ പിടിക്കുക, ഞണ്ടിനെ പോലെ മത്സ്യങ്ങളെ പിടിച്ച് തിന്നില്ല. കായലിൽ നിന്ന് ആ വരുന്ന വെള്ളം ഇത് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കയറ് കർഷകന് വെള്ളത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് 175 രൂപ ചിലവാണ്. ഒരു കയറ് വിത്ത് പിന്നെ സ്റ്റേജിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് 175 രൂപ ചിലവ്. ഇനിയിപ്പോൾ ഈ കയറിൽ നിന്ന് നമുക്ക് കിട്ടിയ കല്ലും കായ നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൽ കിട്ടിയത് 2 കിലോ ആണ്. ഇന്നത്തെ റേറ്റ് എന്ന് വെച്ചാൽ 110 റുപ്യാണ് ഒരു കിലോന്. മിക്സായിട്ട് പോകുന്നുണ്ടെങ്കിൽ 110 റുപ്യാണ് ഇതിൽ 1 കിലോന് കിട്ടുന്നത്. ഇപ്പോൾ ഈ 2 കിലോന് 220 റുപ്യ കിട്ടുന്നുണ്ട്. ഇത് എടുക്കാനുള്ള ചിലവ് ഇതിലിപ്പോൾ നമുക്ക് മാത്രം കുറച്ച് കൂടുതൽ കിട്ടിയത് 2 കിലോ കിട്ടിയത്. ബാക്കി എല്ലാവരിലും 1 കിലോ 1.25 കിലോ 1.5 കിലോ ആണ്. അങ്ങനെയാണ് കർഷകന് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഭൂമികയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പുത്തൻ കൃഷിവിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ.